കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെ ഞങ്ങൾ കേൾക്കാനായിട്ട് അവിടെ വന്നിരിക്കുന്നതെന്ന് പത്രോസിനോട് കൊർന്നല്യോസ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം ചലഞ്ച് ചെയ്യുന്ന ജീവിതാനുഭവങ്ങൾ. ഇനി നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഫ്രീ ടൈം ദൈവസന്നിധിയിൽ മാറിയിരിക്കണം. എ പേഴ്സണൽ എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്. കർത്താവുമായി ഒരു വ്യക്തിപരമായ ഒരു അഭിമുഖം, ഒരു സന്ദർശനം പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഞാനടക്കം, നാം അടക്കം ഇതുപോലെ ഇരിക്കത്തില്ല. നമ്മൾ മാറിയാൽ പലരും മാറും, മാറ്റും. ഒരു ദൈവത്തിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇനിയും കർത്താവിന്റെ ആലോചന ഇനിയും നാം കേൾക്കാൻ പോകുകയാണ്. എല്ലാം ഏകാഗ്രതയോടെ മറ്റെല്ലാ വിഷയങ്ങളും മറക്കുക. അല്ലയോ കുമാരി, കേൾക്കാൻ നോക്കുക, ചെവി ചായ്ക്ക, പിന്നെ മറക്കുക. ദൈവസന്നിധിയിൽ ഇരുന്നാട്ട് കർത്താവിന്റെ ദാസനെ ശുശ്രൂഷയ്ക്ക് അയച്ചു. ഇന്നലെക്കാളിന്നു ഞാനൻ പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രയാനം. പാടിയാട്ടെ. പ്രിയൻ നാടിനോ ഏറ്റമടുത്തായതെനിക്കെത്രയാനന്ദം. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ. കയ്യൊന്നടിച്ചേ. എന്റെ പ്രിയനെ ഒന്നു കാണുവാൻ വാഴും ഞാൻ എന്റെ രക്ഷിതാവ് കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസി ദാസന്മാർ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കാനാ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും ശക്തന്മാരായിരിക്കേണ്ടത് കുഞ്ഞുങ്ങളാ, ചെറുപ്പക്കാരാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. നമുക്ക് ദൈവമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടാകണം. എന്നെക്കുറിച്ച് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് അല്പം പറയാം. സമയം ഹല്ലേലൂയ ഒരുപാട് ഹല്ലേലൂയ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 12:30 തന്നെ നമുക്കും പോകണം. അതുകൊണ്ട് എന്നെക്കുറിച്ച് പിന്നീട് പറയാം. ഏകദേശം ഹല്ലേലൂയ ബിജുവിന്റെ വൈഫ് ആശ, കുഞ്ഞുങ്ങൾ, ബിജുവിന്റെ സഭയിൽ ശുശ്രൂഷയ്ക്കായി ഇടയ്ക്കിടയ്ക്ക് കടന്നു പോവുകയും ഒരു കുടുംബം, അതായത് ബിജുവിനെയും ഭാര്യയും കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ മൂത്ത ഹല്ലേലൂയ മകളെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു ഭവനം. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി പിന്നീട് ഹല്ലേലൂയ ഇതിനിടയ്ക്ക് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഹല്ലേലൂയ ഇന്ന് വേദപുസ്തകം നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കാനിടയാ. കാരണം എനിക്ക് തോന്നി ചിലരൊക്കെ ഉറങ്ങുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. 36 വർഷം കൊണ്ട് സഭാ ശുശ്രൂഷകനായിരിക്കും. അനേക കൺവെൻഷനുകളിലെ അനേക സ്ഥലങ്ങളിൽ, അനേക രാജ്യങ്ങളിൽ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ചെറിയ ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ബിഗ് ബെൽറ്റ് ട്രൂപ്സിന്റെ ഡ്രംസിന്റെ ശബ്ദമില്ലെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ഫീൽ ദ ഹോളി സ്പിരിറ്റ്. ഇതുവരെ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല, ഇനി അത് പ്രാപിക്കത്തുമില്ല. ഹൗ ക്യാൻ യു പ്രൈസ് ദ ഗോഡ്? ദൈവത്തെ എങ്ങനെ സ്തുതിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവമായി ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിലത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. 1 കൊരിന്ത്യർ 2:16 ഒന്ന് വായിച്ചാട്ട്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. എന്താണെന്നറിയാമോ? ഞങ്ങൾ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നിങ്ങൾ പ്രൈസ് ദി ലോർഡ് പറയുന്നില്ല. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു സേ ദാറ്റ്. ഹല്ലേലൂയ. കേട്ടോ കുഞ്ഞുങ്ങളെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു എന്ന്. ക്രിസ്തുവിന്റെ മനസ്സെന്താണ്?
ക്രിസ്തുവിന്റെ സ്വഭാവം എന്താണ് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഞാൻ പ്രസംഗിക്കാമെന്ന് വിചാരിച്ചത്. ഹല്ലേലൂയ. ദൈവവുമായി നിനക്കൊരു അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കണം. നാം പ്രാർത്ഥിക്കുന്നത്, നാം ആരാധിക്കുന്നത്, നാം സ്തുതിക്കുന്നത്, നാം മഹത്വപ്പെടുത്തുന്നത് ദൈവത്തെയാ മഹത്വപ്പെടുത്തുന്നത്. ഈ ഞായറാഴ്ച ദിവസം നമുക്ക് ദാനമായി കിട്ടിയിരിക്കുക. എത്രയോ പേർ കഴിഞ്ഞ രാത്രികാലം ലോകം വിട്ട് മടങ്ങിപ്പോയി. എത്രയോ പേർ അനർത്ഥങ്ങളിൽപ്പെട്ടു. എത്രയോ പേർക്ക് നടക്കുവാൻ വയ്യാത്ത അവസ്ഥയിലായി. എന്നാൽ നിന്നെ ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്ത് കൊണ്ടുവന്ന് എന്റെ ദൈവത്തെ ആരാധിക്കുവാൻ കൂട്ടിവരുത്തിയ ഒരു ദൈവമുണ്ട്. പ്രൈസ് ഹിം. അവനെ ആരാധിക്ക. ഹല്ലേലൂയ. നീ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനാണ്. ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സിനെ ചോദ്യം ചെയ്യുവാൻ ചിലരെ കർത്താവിന്റെ ദാസൻ പറഞ്ഞത് തുടങ്ങിയപ്പോൾ, നിങ്ങൾ ഇതുവരെ എനിക്ക് കാല് കഴുകുവാൻ ജലം തന്നില്ല. വന്നപ്പം മുതൽ ഒരുത്തി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാ. ആരാധന തുടങ്ങിയ സമയം മുതൽ നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിറ്റ് വീഴട്ടെ. അതിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. അത് വിടുതലായി വ്യാപരിക്കട്ടെ. അത് അന്ധകാരത്തിന്മേൽ വിടുതലാകട്ടെ. അത് രോഗത്തിന്മേൽ വിടുതലാകട്ടെ. സഭയ്ക്കകത്ത് ഉണർവുണ്ടാകട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിന്റെ സകല പോടികളെയും തകർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സ്. ഹല്ലേലൂയ. എനിക്കും നിനക്കും ഉണ്ടായിരിക്കണം ക്രിസ്തുവിന്റെ മനസ്സ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനിന്ന് ആലയത്തെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചതാ. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ ദാസൻ ശക്തമായി ആ മെസ്സേജ് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിലും അത് തന്നെയാ കടന്നുപോയത്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം, ദ ഡിവൈൻ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്, ആ ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമ. അതുകൊണ്ട് ദൈവജനമേ, നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കിക്കോണം. ഹല്ലേലൂയ. വിളിച്ച ദൈവം വിശ്വസ്തന, അവസാനത്തോളം നിന്നെ നടത്തുവാൻ ശക്തിയുള്ള ഒരു ദൈവം. എന്നാൽ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും എപ്രകാരമായിരിക്കുന്നു? ഹല്ലേലൂയ. നീ അവന്റെ സന്നിധിയിൽ എപ്രകാരമായിരിക്കുന്നു? നീ നടക്കുന്നത് എപ്രകാരമാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പറയട്ടെ, കഴിഞ്ഞ ദിവസം എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു സ്കൂൾ നടത്തുന്ന ഒരു പ്രിൻസിപ്പാള് ഹല്ലേലൂയ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ കർത്തൃദാസ, എന്റെ സ്കൂളിൽ വന്നൊന്ന് പ്രാർത്ഥിക്കണം. ഹിന്ദുക്കളുടെ കോട്ടയാ. അതിന്റെ നടുവിൽ ഈ സഹോദരി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ നടുവിൽ ടീച്ചേഴ്സിനെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഹല്ലേലൂയ എന്നോട് പറയുകയാ പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു. അവരുടെ വിശ്വാസം കണ്ടപ്പോൾ ഹല്ലേലൂയ എനിക്ക് അത്ഭുതമായി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത്, മുമ്പേ പറഞ്ഞതുപോലെ നാം ഹല്ലേലൂയ ഇതിന്റെ അകത്തിരുന്ന് കൈയടിച്ച് ഹല്ലേലൂയ ഇതിന്റെ അകത്തിരിക്കുകയല്ലാതെ പുറത്തിറങ്ങുന്നില്ല. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ഇറങ്ങി പുറപ്പെടണം. ഹല്ലേലൂയ. ഗോ ആൻഡ് ഹല്ലേലൂയ സ്പ്രെഡ് ദ ഗോസ്പൽ. സുവിശേഷം. എന്താണ് ഗോസ്പൽ? ഹല്ലേലൂയ. ഇത് നമുക്ക് പേടിയായി ഇപ്പൊ പറയാൻ. ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, പക്ഷേ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിലുണ്ടോ? ഫിലിപ്പിയ ലേഖനം വായിച്ചു നോക്കിയാല് ഹല്ലേലൂയ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നാം ക്രിസ്തേശുവിന്റെ ഭാവം. ഒന്ന്, ദൈവമക്കളിൽ ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകണം. 2, ദൈവമക്കളിൽ ക്രിസ്തുവിന്റെ ഭാവം ഉണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ ഹല്ലേലൂയ സുവിശേഷം വിടുതലിന്റെ ഹല്ലേലൂയ. എന്നെ വിടുവിക്കും, നിന്നെ വിടുവിക്കും, അവിടെയും കുറച്ച് അനുഗ്രഹം, ഇവിടെയും കുറച്ച് അനുഗ്രഹം. ഹല്ലേലൂയ. സ്റ്റേജുകളിൽ തകർത്തു പറയുമ്പോൾ ജനം ഇളകി മറിയുകയാ. അതല്ല സുവിശേഷമാ പ്രസംഗിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് സുവിശേഷം പ്രസംഗിക്കുന്നില്ല. നാളുകൾക്ക് ശേഷം ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു കർത്തൃദാസനിൽ നിന്ന് അല്പം സുവിശേഷം കേൾക്കുവാൻ ഈ സഭയ്ക്കകത്ത് ഇന്ന് എനിക്ക് ഇടയായി. ഹല്ലേലൂയ. പേരും പെരുമയുമുള്ള ഹല്ലേലൂയ ശ്രേഷ്ഠന്മാരായ കൺവെൻഷൻ പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്നത് വിടുതലുകളാ പ്രസംഗിക്കുന്നത്, സുവിശേഷമല്ല. ഹല്ലേലൂയ.
എന്നാൽ ഇന്ന് വിളിച്ചു പറയുക, ക്രിസ്തുവിന്റെ ഭാവം നിന്നിലുണ്ടോ? ക്രിസ്തുവിന്റെ മനസ്സ് നിന്നിലുണ്ടോ? അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത്, അത് ദാസരൂപം മാത്രമല്ല, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി. ഹല്ലേലൂയ! നിനക്ക് താഴുവാൻ കഴിയുമോ? ദാസരൂപം എടുക്കുവാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ മനസ്സ് നിനക്കുണ്ടോ? ക്രിസ്തുവിന്റെ ഭാവം നിനക്കുണ്ടോ? ഓ മർത്യനായ നിനക്ക് ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഹല്ലേലൂയ ഉരുവാകണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാ. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യക എങ്ങനെ ഗർഭം ധരിക്കും, എങ്ങനെ ആയിരിക്കുമെന്ന് കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കുവാനിടയായി. ക്രിസ്തു എന്ന ഏക പുരുഷന് സഭ നിർമ്മല കന്യകയായിരിക്കണം. അവള് പ്രസവിക്കുന്നത് ഹല്ലേലൂയ വേദനയോടുകായിരിക്കണം. ഹല്ലേലൂയ. 48 അസ്ഥികൾ ഒരേ സമയത്തൊടിയുന്ന വേദനയാ പ്രസവ വേദന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് ശാസ്ത്രത്തെക്കാൾ അപ്പുറമാ. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരുവനെ ക്രിസ്തുവിൽ വാർത്തെടുക്കണമെങ്കിൽ, അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങൾ മക്കളെ പ്രസവിച്ച് വിടുതൽ പ്രാപിക്കുമെന്ന്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. സഭ നന്ദിയോടെ സ്തോത്രം. ദൈവജനമേ, നീ നിന്റെ വായ വിസ്താരത്തിൽ തുടക്ക്. കുറച്ചുനാൾ കഴിയുമ്പോൾ നിനക്ക് ശബ്ദമുണ്ടാക്കുവാൻ കഴിയുകയില്ല. അന്ന് കട്ടിലേക്ക് കിടക്കുമ്പോൾ നീ മനസ്സിലാക്കും, ഹല്ലേലൂയ, ഇന്ന് നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് ദൈവം പറയുകയാ. എന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിന്റെ വായ ഞാൻ നിറയ്ക്കുന്ന ദൈവമാ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ മനസ്സുണ്ടോ? ക്രിസ്തുവിന്റെ ഭാവമുണ്ടോ? എങ്കിൽ ഹല്ലേലൂയ. റോമാലേഖനം 8:14 ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. എനിക്ക് പറഞ്ഞു പോവാൻ ഞാനിവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് തെറ്റാതിരിക്കാൻ. പക്ഷേ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. വായിച്ചാൽ ഒച്ചത്തി വായിച്ചാട്ടെ. സ്തോത്രം. പറഞ്ഞു കേട്ടോയിരുന്നല്ലോ. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കള്, ദൈവത്തിന്റെ മനസ്സുള്ളവർ, ദൈവത്തിന്റെ ഭാവമുള്ളവർ, ദൈവത്തിന്റെ മക്കൾ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ മകനാ, ഞാൻ ദൈവത്തിന്റെ മകളാ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ഭാവമുള്ളവന് പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ മകളാ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവന് പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിന്റെ മക്കളാ. മക്കളാണെങ്കിൽ അവകാശിയാ. അവകാശിയാണെങ്കിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ നിനക്ക് അധികാരം തന്നിരിക്കുകയാ. ഈ ലോകത്തിൽ നിനക്ക് അധികാരം തന്നിരിക്കുകയാ. നീ ആരാണ്? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവൻ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, പെന്തിക്കോസുകാരെ തകർക്കാൻ വേണ്ടി വചനം പഠിക്കാൻ തുടങ്ങിയ വ്യക്തിയാ ഞാൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബത്തിൽ അച്ഛന്മാരുടെ കോട്ടയാ. ഹല്ലേലൂയ. എന്റെ കല്യാണം നടക്കുമ്പോൾ ഓർത്തഡോക്സിലെ 10 അച്ഛന്മാരുണ്ടായിരുന്നു. 10 അച്ഛന്മാര് നിരന്നു നിന്ന് ചൊല്ലി ഹല്ലേലൂയ കെട്ടിച്ചു വിട്ടതാ. എന്നാൽ ഒരു കാര്യം പറയാം, മിന്നിതാലി പറിച്ചെന്നും പറഞ്ഞ് എന്റെ ഭാര്യയെയും എന്നെ തൊഴിക്കാനും അടിക്കാനും ബഹളം ഉണ്ടാക്കാനും വന്നു. എന്നാൽ അവന്റെ മേലൊക്കെ ഈ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി. ഇന്ന് ലോകത്തിൽ ഹല്ലേലൂയ അനേക രാജ്യങ്ങളിൽ അവന് സഭയുണ്ട്. ദൈവത്തെ ആരാധിക്കുവാൻ, അവനെ വേർതിരിക്കുവാൻ ഇടയായി. ഇന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഓരോ കുടുംബത്തിലും സ്വസ്ഥതയില്ലാത്തിടത്ത് ചെന്ന് പ്രാർത്ഥിക്കുവാൻ ഈ ഒരു ചാൻ പോലും നീളമില്ലാത്ത എന്നെ വിളിച്ച പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ നല്ല നീളവും പൊക്കവും തടിയലും എല്ലാവരും ഉണ്ട്. എന്നാൽ പ്രാർത്ഥിക്കണമെങ്കിൽ എന്റെ കുഞ്ഞു വരട്ടെന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഇറക്കി വിട്ടതാ. പ്രൈസ് ദി ലോർഡ്. 1980 തൊട്ട് ഹല്ലേലൂയ 2017 വരെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി തീർത്തു. പറയട്ടെ, ഞാൻ ഹല്ലേലൂയ ഒരു എഞ്ചിനീയറായി 1980 സൗദി അറേബ്യയിലേക്ക് കടന്നുപോയതാ.
എന്നാൽ അവിടെ അനേക സ്ഥലങ്ങളിൽ അനേക ദിവസങ്ങളിൽ ഇന്ന് എന്റെ വിശ്വാസികൾ 18 പാസ്റ്റർ ഈ ചർച്ച് ഓഫ് ഗോഡിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. ഇന്ന് 2 പേര് വീണ്ടും അവർ മുളക്കുഴ പഠിക്കുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം പറയട്ടെ. ദൈവം നിന്നെ കരങ്ങളിൽ എടുക്കുവാൻ തുടങ്ങിയാൽ, നീ ക്രിസ്തുവിന്റെ മനസ്സുള്ളവനായാൽ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവനായാൽ, ക്രിസ്തുവിന്റെ മകനും മകളുമായി തീർന്നാൽ നിശ്ചയമായും ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന് വേണ്ടി എരിഞ്ഞു തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 62 വയസ്സായി. ഹല്ലേലൂയ. എന്നാൽ ഇന്നും ഹല്ലേലൂയ ഏറ്റവും അധികം ഹല്ലേലൂയ പറയട്ടെ, കർത്താവിന്റെ ദാസന്മാരോട് ഒത്തുനിന്ന് ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന PAV സംസാര ഹല്ലേലൂയ ഒരു കാര്യം എന്നോട് പറഞ്ഞു, നിന്റെ നാവിന്റെ കെട്ടഴിച്ച് ഞാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ നിന്നെ സുവിശേഷത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു എന്ന്. അന്ന് തുടങ്ങിയതാ, ഇന്ന് വരെ നിർത്തുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഒരു ശത്രുവിനും ബന്ധിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ശത്രുവിന്റെ ബന്ധനങ്ങളെ അഴിച്ച്, പിശാചിന്റെ തന്ത്രങ്ങളെ അഴിച്ച്, അനേകങ്ങളെ വിടുവിക്കുവാൻ, അനേകങ്ങളെ സൗഖ്യമാക്കുവാൻ, അനേക സ്നാനങ്ങൾ നടത്തുവാൻ, അനേക രാജ്യങ്ങളിൽ കർത്താവിനെ പറയുവാൻ എന്നെ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിന്നെ സൗഖ്യമാക്കുന്നവൻ മുഖാന്തരം നീ സകലത്തിലും മതിയായവനാ. ക്രിസ്തുവിന്റെ മനസ്സും ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മക്കളുമാണെങ്കിൽ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ നിങ്ങൾ എന്തിനെ കുറിച്ച് അറിയാതിരിക്കരുത്. ഹല്ലേലൂയ. സഹോദരം, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ നമുക്ക് ഹല്ലേലൂയ നാം കൈവിടപ്പെട്ടുന്നവരെ പോകുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. ഹല്ലേലൂയ. ജീവൻ നിന്റെ ഉള്ളിൽ വരണം, ആത്മാവിന്റെ ശക്തി നിന്റെ ഉള്ളിൽ വരണം. പുറത്ത് ഹല്ലേലൂയ ഡ്രം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഡ്രമ്മിന്റെ കറണ്ട് പോയപ്പോൾ മനസ്സിലായി എത്ര പേര് കൈയടിക്കുന്നു എന്ന്, എത്ര പേര് ആത്മാവിൽ ആരാധിക്കുന്നു എന്ന്, ആത്മാവിന്റെ ശക്തി എത്ര വ്യാപരിക്കുന്നു എന്ന് അന്നേരം മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഡ്രമ്മിന്റെ ശക്തിയല്ല, എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നവന്റെ ശക്തിയാ. ഹല്ലേലൂയ. Anointing shall break the yoke. അഭിഷേകം മുഖത്തെ തകർക്കുന്നു. പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ ശക്തി, നിന്റെ മേലുള്ള പുഷ്ടിയുടെ ശക്തി സകല മുഖങ്ങളെയും തകർക്കുന്നതാ, സകല ശക്തികളെയും തകർക്കുന്നതാ, സകല രോഗത്തെയും തകർക്കുന്നതാ, സകല പിശാചിനെയും തകർക്കുന്നതാ. ഹല്ലേലൂയ. ആകയാൽ ഹല്ലേലൂയ ഇവിടുന്ന് രാവിലെ ഹല്ലേലൂയ അപ്പച്ചൻ പറഞ്ഞു, മോളെ ഒച്ചത്തിപ്പാട്, ഒച്ചത്തിപ്പാട്, ഒച്ചത്തിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഒച്ചയില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഹല്ലേലൂയ ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാ. ഹല്ലേലൂയ. ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ കുറച്ചൊക്കെ എനിക്കും അറിയാം. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് അച്ചായം വിഷമിക്കരുത് കേട്ടോ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ദിവസങ്ങൾ ദൈവം അനുവദിച്ചാൽ ഒരാഴ്ച ഞാനിവിടെ വരും. നന്ദിയോടെ സ്തോത്രം. ദൈവം അനുവദിച്ചാൽ. ഹല്ലേലൂയ. അന്ന് ഹല്ലേലൂയ നിങ്ങളുടെ ആരാധന എനിക്ക് കാണണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹം, ദേഹി, ആത്മാവും സകലതും ദൈവത്തിലായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ മാത്രം ആരാധിച്ചാൽ പോരാ, അവരാരാധിച്ചോളും. ഹല്ലേലൂയ. അവരുടെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയിൽ അവർ ആരാധിക്കുന്നുണ്ട്. എന്നാൽ അവർ മാത്രം പോരാ. ഹല്ലേലൂയ. നാം ആരാധിക്കണം. നീ കൈയടിക്കുമ്പോൾ നിന്റെ ശരീരത്തിന്റെ ഹല്ലേലൂയ ബന്ധനങ്ങൾ അഴിയുക. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബന്ധനങ്ങൾ അഴിയുക. നീ ആരാധിക്കുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുക. അത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ ഞാൻ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള കോപുരങ്ങൾ ജയിക്കാത്ത ആത്മാവിന്റെ ശക്തി. ഹല്ലേലൂയ. ജയം തരുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. സമയം പെട്ടെന്ന് പോകുക. ഹല്ലേലൂയ. റോമാലേഖനം അതിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ന്റെ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. പിന്നെ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അതിനാ പറഞ്ഞത് ആത്മാവിൽ ആരാധിക്കണമെന്ന്.
പെന്തക്കോസ്തിന്റെ ആരാധന എന്ന് പറഞ്ഞ ആത്മാവിന്റെ ശക്തിയിലുള്ള ശുശ്രൂഷയാ, അല്ലാത്തത് പെന്തക്കോസ്ത് അല്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാ. യേശുവിന്മേൽ അതുണ്ടായിരുന്നു, ഏലിയാവിന്മേൽ ഉണ്ടായിരുന്നു, ദാവീദിന്മേൽ ഉണ്ടായിരുന്നു, ശിംശോന്റെ മേലുണ്ടായിരുന്നു, ഗിദെയോന്റെ മേലുണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുടെ മേലുണ്ടായിരുന്നു, യോഹന്നാന്റെ മേലുണ്ടായിരുന്നു. ആത്മവിവശതയിലാകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് അവിടെ വ്യാപരിക്കുവാൻ ഇടയായെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ശക്തി ഇന്ന് നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ, അത് നിന്റെ ശരീരത്തിൽ വ്യാപരിക്കട്ടെ, നിന്റെ രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ, അന്യായ ബന്ധങ്ങൾ, പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ഉടരബല ബന്ധനാര ജറദുദല ഭൗഷാനവ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ. ഓ റബലബ രശന്തന രാജാരദുദ, ഓ റബബലബ ശികലോ രാജാര ദിഗൽ ഖന്ദനാരബ ഉദരബലബല ശിദരോരബ ശിയാരബ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന ശരീരത്തിന്റെ വേദനകൾ, ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന ശരീരത്തിന്മേൽ വ്യാപരിക്കുന്ന പോടികൾ, ജീവിതത്തിന്മേൽ വ്യാപരിക്കുന്ന നിരാശയുടെ അനുഭവങ്ങൾ, ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ പോടികൾ, ജീവിതങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ കൽപ്പിക്കുകയാ. ഉദരബല വംശനാര ജറദല ഭൗഷധരജ ഉദരജര ദിഗലവ. സകല ഉദര രോഗങ്ങളും വിട്ടുമാറട്ടെ, സകല തോളിന്റെ വേദനകളും വിട്ടുമാറട്ടെ, സകല പെടലിയുടെ വേദനകളും വിട്ടുമാറട്ടെ, സകല വേദനകളും വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ മരണഭീതി ഇട്ടുകൊണ്ട് പോരാടുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ വിട്ടുമാറട്ടെ, മരണഭീതി ഇട്ടുകൊണ്ട് പോരാടുന്ന ശത്രുവിന്റെ കോട്ടകൾ തകരട്ടെ. ഉദരബല വംശന ദിഗൽ കൗടെ ഓ രാജബല ബല ബല ഭക്ഷന്തരവ. ഇത് യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേലുവറബ ശനററബ ശിയാലവ. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയിൽ, ആത്മാവിന്റെ ശക്തിയിൽ ശരീരത്തിന്റെ ബന്ധനങ്ങളെ അഴിച്ചുവിടണം. ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പറയട്ടെ, ഒരു ഗവൺമെന്റ് കൺവെൻഷനില് ഹല്ലേലൂയ ഇടുക്കിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ വെളിയില് ഹല്ലേലൂയ റോഡിൽ കൂടെ ഒരു ഭ്രാന്തൻ പോയി. അവനെ യേശുവിനെ അറിയത്തില്ല, ഒന്നിനെ അറിയത്തില്ല. പക്ഷേ അവന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്ന ഭൂതത്തിന്റെ ശക്തി അവനെ വിട്ടുപോകുവാനിടയായി. ഹല്ലേലൂയ. യേശു അവനെ സൗഖ്യമാക്കി. പറയട്ടെ, ഈ ശബ്ദം ചെല്ലുന്നിടത്ത് ചില വിടുതൽ നടക്കുകയാ. ഈ ശബ്ദം ദൈവത്തിന്റെ വചനമാ, ഈ ശബ്ദം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാ. അത് കേൾക്കുന്നവന് മേൽ വ്യാപരിക്കുകയാ. ആ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുകയാ. അത് സൗഖ്യമായി മാറുകയാ, അത് വിടുതലായി മാറുകയാ. ഉടരബല വംശന രീതികൾ ചൗടേ. ഓ താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവേ. സഭയ്ക്കകത്ത് വിടുതൽ വ്യാപരിക്കട്ടെ, തലമുറ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ, ദൈവ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ജയം, യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് നിർത്തിയേക്കാം. 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. റോമാലേഖനം 8:16. സഹോദരൻ, കർത്താസന്മാരല്ല വായിക്കേണ്ടത്, നിങ്ങൾ തന്നെ വായിക്കണം. കാരണം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ മുമ്പേ കണ്ടു. കർത്താവൻ ശക്തമായ ആ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസതയോടെ ഇരിക്കുന്നത് കാണുവാനിടയായി ചിലത്, എല്ലാവരും ഇല്ല. അതുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത്. വായിച്ചേ വചനം. നാം ദൈവത്തിന്റെ മക്കളെന്ന് എന്തിനാ ആത്മാവ് വേണ്ടത്? ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: ജലം, രക്തം, ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ജലം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം ന്യായവിധി ദിവസത്തിൽ. ആത്മാവ് നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. രക്തം നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ആത്മാവിനോട് ഹല്ലേലൂയ സാക്ഷ്യം പറഞ്ഞേ മതിയാകുള്ളൂ.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരമായ ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ചുമ്മാതല്ല പൗലോസ് ഗലാത്യരെ വിളിച്ചത്. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തയേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ആരാധിക്കുവാൻ കഴിയാതെ ബന്ധിച്ചു വെക്കുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ ഗലാത്യർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പെന്തക്കോസ്തുകാരായ എനിക്കും നിനക്കും ദൈവത്തെ ആരാധിച്ചേ മതിയാകുള്ളൂ. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ തെക്കു നിന്നൊരു ഉണർവ്, തെക്കു നിന്ന് കേരളത്തിന്റെ തെക്കു നിന്നുള്ള ഒരു ഉണർവ് വ്യാപരിക്കും. അത് ഇന്ത്യയുടെ വടക്കോട്ട് സഞ്ചരിക്കും. ഇന്ത്യയുടെ വടക്കു നിന്ന് നശീകരണത്തിന്റെ ശക്തി വ്യാപരിക്കും. പ്രവചനാത്മാവിൽ ഞാൻ പറയുക, നിന്നെയും എന്നെയും തകർത്തു കളയുന്ന ദുഷ്ടപിശാചിന്റെ ശക്തികൾ വടക്കു നിന്ന് ഇറങ്ങും. ഇവിടെ നിന്ന് ഉണർവിന്റെ ശക്തി വ്യാപരിച്ചാൽ ഇതിനെ തീക്കിരയാക്കി കളയും. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്ക. ഹല്ലേലൂയ. പ്രവചനാത്മാവിൽ വിളിച്ചു പറയുക, നിന്റെ സമയം വന്നിരിക്കുകയാ. എഴുന്നേറ്റ് പ്രകാശിക്ക്. നിനക്കെതിരായി വരുന്ന വടക്കു നിന്ന് വരുന്ന കോളുകളെ തകർത്തുകൊണ്ട് ആത്മാവിന്റെ ശക്തിയിൽ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടട്ടെ. ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അതിന് നീ ഉണര്. ഒരു ഉണർവ് നിന്നിലൂടെ വ്യാപരിക്കട്ടെ. ഒരു ആത്മാവിന്റെ ശക്തി നിന്നിലൂടെ വ്യാപരിക്കട്ടെ. ആ മക്കളെന്ന ആത്മാവുദാനും ആത്മാവിനോട് സാക്ഷ്യം പറയട്ടെ. നാം മക്കളെങ്കിൽ നാം അവകാശികളാണ്. ആസ്തനേഷൻ, ഈ ജാതിയെ അവകാശമാക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്നോട് ചേരും, നീ അവനോട് ചേരുകയില്ല. കാരണം എന്താണെന്നറിയാമോ? നിന്റെ മേൽ ഇരിക്കുന്ന ആത്മാവിന്റെ ശക്തിയെ തകർക്കുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ മേൽ ആത്മാവിന്റെ ശക്തിയുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്നത് ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയുണ്ട്. എന്നാൽ ഹല്ലേലൂയ തീ ചൂളയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ശ്രദ്ധിച്ചുകൊള്ളണം. ഹല്ലേലൂയ തീയുടെ ബലം കെടുത്തി. തീ കെടുത്തി എന്നല്ല എഴുതിയിരിക്കുന്നത്, തീയുടെ ബലം കെടുത്തി. തീയുടെ ബലമെന്ന് പറയുന്നത് ചുട്ടുകരിക്കുന്ന അനുഭവമാ. ചുട്ടുകരിക്കുന്ന ഈ അനുഭവത്തെ കെടുത്തിയിട്ട് നിന്നെ അഗ്നിക്കകത്തുകൂടെ കടത്തി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടെ വായിച്ച്. ഹല്ലേലൂയ. എഫേസ്യർ 4:1 വായിച്ച് അതുകൂടെ വായിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഹല്ലേലൂയ. എഫേസ്യർ 1:14. മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നിന്നെ മുദ്രയിട്ടിരിക്കുകയാ. സഭയെ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നമുക്കുള്ളതിനെയും നമ്മളെയും വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 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 അപ്പം കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാ. ഹല്ലേലൂയ. അമ്മ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുകയാ. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ശക്തമായി നിന്ന് മുൻപോട്ട് സ്റ്റെപ്പുകൾ വെക്കുവാൻ നമ്മുടെ പിൻതലമുറയെ ദൈവം ഒരുക്കേണ്ടതിനായി ആത്മാവിന്റെ ശുശ്രൂഷ സഭകളിൽ, വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, ദേശത്തിൽ, സമൂഹങ്ങളിൽ ശക്തമായി പുറത്തു വരട്ടെ. ആത്മാവിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സമയം ഓടിയങ്ങ് പോയി. ഹല്ലേലൂയ. നാമോ ക്രിസ്തുവിന്റെ, പറഞ്ഞാട്ടെ കുഞ്ഞുങ്ങളൊന്ന് ഒച്ചത്തിൽ പറഞ്ഞേ, നാമോ. ഇങ്ങനെയാണോ ഒച്ചത്തിൽ പറയുന്നത്? എന്റെ ഒറ്റ ഒരു കൊച്ചുമോളെ വിളിച്ചുകൂടെ നിർത്തിയായിരുന്നു. നിങ്ങൾ എല്ലാവരുടെ പറയാൻ ശബ്ദക്കാട്ടി കുറിച്ച് ഉറച്ചത്തിൽ പറഞ്ഞേനെ. ഒന്ന് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞ് ആമ്പിള്ളേർ പറയുന്നത് കേട്ടോ ഇപ്പം. ഹല്ലേലൂയ. മോനെ എന്ന് പറഞ്ഞാ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ. ഉറച്ചു പറഞ്ഞേ. കണ്ടോ? സ്തോത്രം. എവരാ ജയിച്ചത് കേട്ടോ? നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവർ, പിന്നെ മക്കൾ, അവകാശികൾ, ആത്മാവ് സംസാരിക്കുന്നവർ, ആത്മാവിൽ ആരാധിക്കുന്നവർ, ആത്മാവിനാൽ മുദ്രയിടപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്.
അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണത്താൽ സഭയും ദൈവമക്കളും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് ആത്മാവിന്റെ ശക്തിയിൽ നമുക്ക് മുന്നേറാം. ദേശത്തെ അവകാശമാക്കാം. അന്യായ ബന്ധനങ്ങളിൽ ജയമെടുക്കാം. രോഗത്തിന്മേൽ ജയമെടുക്കാം. ദുഷ്ട പിശാചിന്മേൽ ജയമെടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കർത്താവിന്റെ ദാസൻ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇടയനല്ല പ്രസവിക്കുന്നത്, ആടാണ്. പുള്ളി തീർത്ത് പറഞ്ഞില്ല. അത് ഹല്ലേലൂയ, ഞാനതങ്ങ് പറയുകയാണ്. ഹല്ലേലൂയ. അടുത്ത വർഷം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തര് ഓരോ ഹല്ലേലൂയ ആട്ടുംകുട്ടികളും വേണം ഇതിന്റെ അകത്തോട്ട് വരാൻ. ഹല്ലേലൂയ. ഒരെണ്ണത്തിന് എന്തുവാ കൊണ്ടുവരണമെന്ന് നന്ദിയോടെ സോദരൻ ആശ കേട്ടല്ലോ. സ്തോത്രം, താങ്ക് യു. ഹല്ലേലൂയ. ഓരോരുത്തരും ഓരോ ആടിനെ കൊണ്ടുവന്നാൽ എത്ര ആടാവും? ഹല്ലേലൂയ. ഇതിന്റെ അകത്തൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. അതുകൊണ്ട് ഹല്ലേലൂയ, ഇടയം മാത്രം പ്രസവിക്കാൻ അനുവദിക്കാതെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആടുകൾ പ്രസവിക്കണ്ടേ. ആടുകളെ പാല് കുടിച്ച് വേണം ഇടയം വളരാൻ, ആരോഗ്യം ഉണ്ടാകാൻ. സ്തോത്രം. അതുകൊണ്ട് ആടില്ലെങ്കിൽ പ്രയാസമാണ്. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, കുഞ്ഞാടുകളെയൊക്കെ കൊണ്ടുവന്ന് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ഇതൊന്ന് അറച്ചാളായിരിക്കണം. ദൈവ സ്തോത്രം. സ്തോത്രം. കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി. അവസരമൊരുക്കിയ കർത്താവിന്റെ ദാസന്, അതുപോലെ തന്നെ ഹല്ലേലൂയ എല്ലാവർക്കും നന്ദി. പിന്നീട് ഒരു അവസരം എന്നെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ പറയാം. നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് വിരമിക്കും.